ബിഗ് ബോസ് മലയാളം സീസൺ 6 അർജുൻ, ശ്രീതു, അഭിഷേക്, ജാസ്മിൻ, ഋഷി, ജിൻഡോ 6 പേര് ബിഗ് ബോസ് വീടിനകത്തുണ്ട്. ചിലര് തുടക്കം തൊട്ട് തന്നെ ഗെയിം കളിച്ചു തുടങ്ങിയവര്, ചിലര് പാതിയിൽ കളിക്കാൻ തുടങ്ങിയവര്, ചിലർ അവസാന ആഴ്ചകളിൽ മാത്രം കളിച്ചു തുടങ്ങിയവര്. പക്ഷേ ഇവരെല്ലാവരും തന്നെ അതിജീവനം എന്ന ബിഗ് ബോസിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റിൽ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ, അത് സേഫ് ഗെയിം ആയിക്കോട്ടെ, ഇറങ്ങി കളിച്ചിട്ടായിക്കോട്ടെ, തന്ത്രപരമായിട്ടായിക്കോട്ടെ, ഇവര് ടോപ്പ് 6-ൽ എത്തിയിരിക്കുകയാണ്. ഇവരിൽ ചിലരെക്കാൾ മികച്ച മത്സരാർത്ഥികൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്ന എല്ലാവരും മികച്ച ഗെയിമേഴ്സ് ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ചിലരൊക്കെ മികച്ച ഗെയിമേഴ്സ് ആണ്, എല്ലാവരുമല്ല. പക്ഷേ എന്നാലും ഈ ഒരു റിയാലിറ്റി ഷോയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതിജീവനമാണ്. എത്ര ദിവസം അവിടെ അതിജീവിക്കാൻ സാധിക്കുന്നു, അത് ഏത് രീതിയിലായാലും അവർ അതിജീവിച്ച് അവിടെ 6 പേര് അവസാന ഫിനാലെ വീക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. ഇനി ഇതിൽ വിൻ ചെയ്യാൻ അർഹരായിട്ടുള്ള മത്സരാർത്ഥികൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തിപരമായ എൻ്റെ ചില അഭിപ്രായങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ഒന്നാമത്തെ പേര് ശ്രീതു. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഏറ്റവും മികച്ച സേഫ് പ്ലെയർ ആണ് ശ്രീതു. അതൊരു മോശം കാര്യമൊന്നുമല്ല. ബിഗ് ബോസിനകത്ത് എങ്ങനെ വേണമെങ്കിലും അതിജീവിക്കാം, അത് സേഫ് ഗെയിം കളിച്ചിട്ടുമാകാം. ശ്രീതുവിൻ്റെ ഗെയിം എന്ന് പറയുന്നത് സേഫ് ഗെയിം ആയിരുന്നു. രണ്ടാമത് കോംബോ ഗെയിം ആയിരുന്നു അർജുൻ്റെയോടൊപ്പം. അർജുൻ്റെ കൂടെ അല്ലാതെ നിങ്ങൾ ശ്രീതുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. തുടക്ക ആഴ്ചകളിൽ സിജോയുടെ ഒപ്പം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മൾ സീസൺ 6-ൽ ശ്രീതുവിനെ കണ്ടിട്ടുള്ളത് അർജുൻ്റെ കൂടെയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പിസോഡുകൾ പരിശോധിക്കാം. കോംബോ ഗെയിം ആയിരുന്നു ശ്രീതുവിൻ്റെ പ്രധാന ഗെയിം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സേഫ് ഗെയിം ആയിരുന്നു. എന്ന് വെച്ചാൽ കണ്ണു മുന്നിൽ വലിയ വിഷയങ്ങൾ നടക്കുമ്പോഴും ഞാൻ ഈ നാട്ടുകാരി അല്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ടാവുക, കൂടുതൽ ആരെയും വെറുപ്പിക്കാതെ ഒരു ക്യൂട്ട് കുട്ടി ഇമേജുമായിട്ട് അകത്ത് നിൽക്കുക. അതായിരുന്നു ശ്രീതുവിൻ്റെ ഗെയിം. ഇടയ്ക്ക് ടാസ്കുകളിലൊക്കെ നന്നായി കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു തവണ ക്യാപ്റ്റനുമായിട്ടുണ്ട്. ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു സേഫ് ഗെയിമർ തന്നെയാണ് ശ്രീതു. മാത്രമല്ല പലപ്പോഴും പറയേണ്ട അവസരങ്ങളിൽ, നല്ല രീതിയിൽ സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് ഉപയോഗിച്ചതായും കണ്ടിട്ടില്ല. ആരെയും വേദനിപ്പിക്കാതെയൊക്കെ അവിടെ എവിടെയും തൊടാതെ പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റിൽ വിന്നർ ആവാനുള്ള അർഹത ശ്രീതുവിനുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ഇല്ലെന്നാണ്. പക്ഷെ മെജോറിറ്റി പ്രേക്ഷകർ ശ്രീതുവിനെ തിരഞ്ഞെടുത്താൽ അതിൻ്റെ അർത്ഥം അർഹതയുണ്ടെന്നാണ്. പക്ഷെ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ അതിനുള്ള അർഹത ശ്രീതുവിനില്ല. അടുത്തത് ഋഷി. ഋഷിയുടെ കാര്യം പറയുമ്പോൾ ടാസ്കുകളിൽ മികച്ച പ്രകടനം പലപ്പോഴും ഋഷി കാഴ്ചവെച്ചിട്ടുണ്ട്. അൻസിബയുമൊത്തുള്ള കോംബോ തന്നെയാണ് ഋഷിയുടെയും പ്രധാന ഗെയിമായിരുന്നത്. പലപ്പോഴും ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ഗെയിമറായിരുന്നു. അതായത് ആദ്യം റോക്കി, അത് കഴിഞ്ഞ് പിന്നീട് ഇടയ്ക്കൊരു കാലയളവിൽ നമ്മൾ പരിശോധിച്ചാൽ ജിൻഡോ, അതിനിടയിൽ കുറച്ച് നാൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബിൻ. അങ്ങനെ എപ്പോഴും ഒരു ഹീറോ ഋഷിക്ക് അവിടെ വേണമായിരുന്നു. എന്ന് വെച്ചാൽ കണ്ട ജിൻഡപ്പനാള് വേറെ സംഭവമാണ്, റോക്കി ബൈ എന്നാ ഒരു മനുഷ്യനാന്നേ, സിബിൻ വേറെ ലെവലാണ് കേട്ട. ഈ ടൈപ്പ്, അതായത് അവിടെ എപ്പോഴും എടുത്തു വയ്ക്കാൻ ഒരു ഹീറോ വേണം. ആ ഹീറോയുടെ ഒപ്പം നിൽക്കുന്ന ഒരു സഹ നടനായിട്ടാണ് എപ്പോഴും ഋഷി അവിടെ നിന്നിട്ടുള്ളത്. പക്ഷേ ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ എല്ലായ്പ്പോഴും അല്ലെങ്കിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭേദമാണ്. കുറേ നാൾ സേഫ് ഗെയിമറായിട്ട് ഇരുന്നിട്ടുമുണ്ട്. കട്ടിലിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിമർശനങ്ങൾ അപ്പോഴാണ് ഉണ്ടായത്. എന്താണെങ്കിലും ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നതിൽ ടോപ്പ് 5-ൽ വരാൻ യോഗ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരാൾ തന്നെയാണ് ഋഷി ഇപ്പോൾ അതിനകത്തുള്ളതിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ടൈറ്റിൽ വിന്നർ ആവാനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ഡിപ്പെൻഡഡ് ആയിട്ട് ഗെയിം കളിച്ച ഒരാളായതുകൊണ്ട് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം ഇല്ല എന്നാണ്. ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് അഭിഷേക് ശ്രീകുമാർ. അഭിഷേകിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡായിട്ട് വന്നയാളാണ്. പുറത്തെ ഗെയിമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, ആരൊക്കെയാണ് പുറത്ത് ശക്തര്, ഓരോരുത്തരുടെ ദൗർബല്യങ്ങൾ അറിയാം. പക്ഷേ വന്നപ്പോൾ മറ്റേ നമ്മുടെ അഭിഷേക് ജയദീപിനോട് ഉണ്ടാക്കിയ ഒരു വഴക്കിനപ്പുറം അദ്ദേഹം എവിടെയും വാ തുറന്ന് സംസാരിക്കുന്ന കണ്ടിട്ടില്ലായിരുന്നു. കുറേ നാൾ ആ ബീൻ ബാഗിനകത്ത് അദ്ദേഹം തപസ്സിരിക്കുകയായിരുന്നു. ടാസ്കുകൾ വരുമ്പോൾ നന്നായിട്ട് കളിക്കും, അത് കഴിഞ്ഞാൽ പോയി അതിനകത്തിരിക്കും. തൊട്ടു മുന്നിൽ വലിയ വിഷയങ്ങൾ നടന്നപ്പോൾ പോലും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്നും പറഞ്ഞ് കണ്ണും പൂട്ടിയിരിക്കുകയായിരുന്നു. ഇയാളൊന്ന് കളിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊന്നും അനങ്ങിയിട്ടില്ല. ഫാമിലി വന്നിട്ട് പോയതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒന്ന് അനങ്ങി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ടാസ്കുകളിൽ നല്ല പ്രകടനമാണ്, നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, നല്ല വ്യക്തിത്വമുള്ള ഒരു ചെറുപ്പക്കാരൻ, അത്യാവശ്യം നല്ല ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ എന്നൊക്കെ നമുക്ക് തോന്നും. പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മനുഷ്യനായിട്ടൊക്കെ തോന്നും. പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ ഒരുപാട് നാൾ വാ തുറക്കാതെ സേഫ് ഗെയിം കളിച്ചിരുന്ന ഒരാളായിട്ട് തന്നെ പറയേണ്ടി വരും. പക്ഷേ ടാസ്കുകളിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയതും. അതൊക്കെ മികച്ച പ്രകടനമാണ്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ടാസ്ക് കളി മാത്രമല്ല എന്ന് എല്ലാവർക്കും അറിയാം. വാ തുറന്ന് സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ വായടച്ചിരുന്നത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് ടൈറ്റിൽ വിന്നർ ആകാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിനേക്കാൾ അർഹതയുള്ളവർ മറ്റുള്ള പലരും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് അർജുൻ.
അർജുൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ ആദ്യത്തെ ഒരു 50 ദിവസം മറ്റൊരു സേഫ് ഗെയിമർ ആയിരുന്നു അർജുൻ എന്ന് പറയേണ്ടി വരും. ശ്രീധുവിന്റെ ഒരു മെയിൽ വെർഷൻ സേഫ് ഗെയിമർ തന്നെയായിരുന്നു അർജുൻ, ഒരു സംശയം അതിനകത്തില്ല. അർജുന് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ കുറേയൊക്കെ, കാരണം ക്യൂട്ട്നെസ് തന്നെയാണ് അവിടെയും നായകനായിട്ട് വന്നത്. അർജുൻ്റെ ചിരി, അർജുൻ്റെ നോട്ടം, അർജുൻ്റെ ഹൈറ്റ്, അർജുൻ്റെ ബ്യൂട്ടി, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ശ്രീധുവിനെ പോലെ തന്നെ അർജുനെ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിനിടയിൽ അർജുൻ ശ്രീധു കോംബോ ഇത് വല്ലതും സെറ്റാവോ എന്നുള്ള ക്യൂരിയോസിറ്റി അതൊക്കെ അവർക്ക് നല്ലപോലെ ആൾക്കാരുടെ ഇടയിൽ നിലനിർത്തി പോകാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ ഭയങ്കരമായ സേഫ് ഗെയിം കളിച്ചു. വാ തുറന്ന് അർജുൻ നല്ലൊരു ഡിബേറ്റ് നടത്തിയിട്ടുള്ളത് നമ്മൾ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അർജുൻ്റെ ഒരു വഴക്ക് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ജാസ്മിനോട് നിങ്ങാണ്ട് ഒരു ചെറിയ വഴക്കിട്ടത് മാത്രമേ ഉള്ളൂ. അത്ര വലിയ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റർ ഒന്നും ആയിരുന്നില്ല, ഒരു സേഫ് ഗെയിമർ ആയിരുന്നു. ഒപ്പം ശ്രീധുവിൻ്റെ കൂടെയുള്ള കോംബോയാണ് അർജുനെ അവിടെ നിലനിർത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ 50 ദിവസം വളരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ക്യാപ്റ്റനായ ആളാണ്, ക്യാപ്റ്റൻസി ഫ്ലോപ്പ് ആയിരുന്നു, അത് ആദ്യ ആഴ്ച കൊണ്ട് നമുക്കങ്ങ് വിടാം. പക്ഷെ പിന്നീടും ഈ ടാസ്കുകളിലൊക്കെ പെർഫോം ചെയ്യുമെങ്കിലും അത്ര നമ്മൾ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. പിന്നെ ഈ പറയുന്ന 50 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ ഒരു ഗെയിമോ അല്ലെങ്കിൽ അത്തരം സ്ട്രാറ്റജീസോ ഒന്നും അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളല്ല. ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് ഗെയിം കളിച്ച ആളല്ല. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അർജുൻ ഒരു ഭയങ്കര ഗെയിമറാണെന്ന് പറയാൻ പറ്റില്ല. ഒരു വിന്നർ മെറ്റീരിയൽ ആയിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കോംബോ ഗെയിമർ മാത്രമായിരുന്നു അർജുൻ. ഇപ്പോൾ റോബിനെ പോലെയോ അല്ലെങ്കിൽ അഖിൽ മാരാറിനെ പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് വന്നിട്ടുള്ള ഇപ്പോൾ സാബു അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലെസ്ലി, ദിൽഷ, മറ്റേ സീസൺ 4 ജാസ്മിൻ, അങ്ങനെ മുൻ സീസണുകളിലെ കണ്ടസ്റ്റൻസുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു ഗെയിമറേ അല്ല അർജുൻ. വളരെയധികം സേഫ് ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ്റെയും ജിൻഡോയുടെയും കാര്യം. ഞാനത് ഒന്നിച്ച് പറയാം. ഇതിനകത്ത് ജാസ്മിൻ, ജിൻഡോ, ഇതിൽ ജിൻഡോ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആദ്യം പറയാം. ജിൻഡോ ആദ്യം മുതൽ തന്നെ ഒരു മണ്ടൻ പരിവേഷം ചാർത്തി കിട്ടിയ ഒരാളാണ്. വായി തോന്നി വിടുവായത്വമൊക്കെ പറഞ്ഞ് പ്രേക്ഷക വിമർശനങ്ങൾക്ക് പാത്രമായ ആളാണ്. പക്ഷേ ജിൻഡോ പതിയെ അതൊക്കെ തിരുത്തി മുന്നോട്ട് വന്നു. ഫിസിക്കൽ ടാസ്കുകളിൽ പരമാവധി കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹൗസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. കളിച്ച് തന്നെ പലപ്പോഴും ഈ പറയുന്ന പവർ റൂമിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അത് ഒന്നിലേറെ തവണ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ക്യാപ്റ്റൻസിയിലേക്ക് തൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടാൻ അടക്കം പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അവിടെ മെനഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന സംസാരിക്കാൻ ജാസ്മിൻ്റെ അടുത്തും ഗബ്രിയുടെ അടുത്തുമൊക്കെ സംസാരിച്ച് നിൽക്കാൻ പരിമിതികളുള്ള ഒരു ആളാണ് ജിൻഡോ. പക്ഷെ പല സന്ദർഭങ്ങളിലും അവർക്കും മുകളിൽ കാര്യങ്ങൾ ഓർത്തെടുത്ത് വെച്ച് പറയാനും പോയിന്റ് ഔട്ട് ചെയ്യാനും അവരെ പറഞ്ഞ് തോൽപ്പിക്കാനും ഒക്കെ പല സന്ദർഭങ്ങളിലും ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ജിൻഡോയുടെ ഒരു കേസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സീസണിൽ ചർച്ച ചെയ്ത 2 മത്സരാർത്ഥികളിൽ ഒരാൾ ജിൻഡോയാണ്. തുടക്കം തൊട്ട് കളിച്ചു തുടങ്ങിയ ആളാണ്. തുടക്കം തൊട്ട് തന്നെ വീട്ടിലെ എല്ലാവരും ജിൻഡോയ്ക്ക് എതിരായിട്ട് നിന്നപ്പോഴും ജിൻഡോ ഒറ്റയ്ക്ക് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിന്നു. തനിക്ക് പറയാവുന്ന പരമാവധി പരിമിതികൾക്കുള്ളിൽ നിന്ന് സംസാരിക്കാനും എല്ലാവരോടും എതിർത്ത് നിൽക്കാനും തൻ്റെ രീതിയിൽ ഗെയിമിനെ കൊണ്ടുവരാനും ഒക്കെ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സീസൺ 6 ഏറ്റവും അധികം ചർച്ച ചെയ്ത 2 പേരുകളിൽ ഒന്ന് ജിൻഡോ ആണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ജിൻഡോ അവിടെ എന്ത് ചെയ്തു എന്ന് സംശയമുള്ളവർ ആദ്യത്തെ ഒരു 50 എപ്പിസോഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്നലെ വരെയുള്ള എപ്പിസോഡ് ഒന്നുകൂടെ ഹോട്ട്സ്റ്റാറിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായിരിക്കും നല്ലത്. പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുള്ള സമയമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ പോയി കാണുക. അതുകൊണ്ടാണ് ജിൻഡോയ്ക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടുന്നത്. ജാസ്മിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാസ്മിനും ഒരു അടിപൊളി പ്ലെയറാണ്, ഒരു സംശയം അതിനകത്തില്ല. തുടക്കം തൊട്ട് ഇതുവരെ ബിഗ് ബോസിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായ ഒരു ആളാണ് ജാസ്മിൻ. പക്ഷേ ഇന്നും കൂടി ജാസ്മിൻ പറഞ്ഞതുപോലെ വളരെയധികം ഡിപ്പെൻഡഡ് ആണ് ജാസ്മിൻ. ഗബ്രിയുടെ അടുത്ത് വളരെ ഡിപ്പെൻഡഡ് ആയിരുന്നു. ആ ഒരു കോംബോ ജാസ്മിൻ ഏകദേശം 50 ദിവസത്തോളം അവിടെ നിർത്തിയതിലൊരു പ്രധാന ഘടകമായിരുന്നു. ടാസ്കുകളിലൊക്കെ ഓക്കെ പെർഫോമൻസ് ആണ്. ചില ടാസ്കുകളിൽ വിൻ ചെയ്തിട്ടുണ്ട്, ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, പവർ റൂമിൽ വന്നിട്ടുണ്ട്. അതേ സമയത്ത് ഒരു ടാസ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ടോ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും മെനഞ്ഞിട്ടില്ല. വന്നു പോയി എന്നുള്ള രീതിയിലൊക്കെ നിന്ന് പോകുന്ന ഒരാളാണ്. അതേ സമയത്ത് സംസാരിക്കേണ്ട സമയങ്ങളിൽ ആരെയും കൂസാതെ ആരെയും പേടിക്കാതെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ജാസ്മിൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഓർ ജിൻഡോ ഇവരിൽ ആര് ഈ പറയുന്ന ടൈറ്റിൽ വിന്നർ ആയാലും അവർ രണ്ടുപേരും 2 പേഴ്സ്പെക്റ്റീവിൽ ഡിസർവിങ് ആണ്. പക്ഷെ ഇവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ ജാസ്മിൻ കുറച്ചും കൂടി ഗബ്രിയുടെ അടുത്ത് ഡിപ്പെൻഡഡ് ആയിരുന്നു. ഇപ്പോൾ ഗബ്രി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ജാസ്മിൻ 50 ദിവസം അവിടെ നിൽക്കുമെന്ന് പോലും സംശയമാണ്. നമുക്ക് സങ്കടം വരുമ്പോൾ ചാരാനൊരു തോള് വേണമെന്ന് എപ്പോഴും ജാസ്മിൻ പറയും, ഇന്നും കൂടെ പറഞ്ഞു. അപ്പോൾ ഗബ്രി പോയതോടെ ഞാൻ ഇല്ലാണ്ടായി എന്നും പറഞ്ഞു. പലതവണ ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ ഒരാളാണ് ജാസ്മിൻ. പലതവണ, ഒരിക്കലല്ല പലതവണ. അതേസമയത്ത് ജിൻഡോ ഒരിക്കൽ പോലും ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടില്ല.
അത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടായിട്ടും ജിൻഡോ പിടിച്ചു നിന്നു. പോരാട്ട വീര്യമുണ്ടായിരുന്നു. ഏത് വിധേനയും വിജയിക്കണം, ഫിനാലയിൽ എത്തണം, കപ്പ് ഉയർത്തണം എന്നുള്ള വാശി ഉണ്ടായിരുന്നു. ആ വാശിയോടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞ് കള്ളങ്ങളും സത്യങ്ങളും കൂടെ ഏതാണെന്ന് മനസ്സിലാവാത്ത വിധം പറഞ്ഞ് എല്ലാ ഉടായ്പകളും കാണിച്ച് എല്ലാ രീതിയിലും പരിശ്രമിച്ചൊക്കെയാണ് ജിൻഡോ ഇത്രയും ദിവസം അവിടെ അതിജീവിച്ചു വന്നത്. അതിൽ ജിൻഡോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിനും പറഞ്ഞിട്ടുണ്ട് കള്ളങ്ങൾ, അർജുനും പറഞ്ഞിട്ടുണ്ട് കള്ളങ്ങൾ, ചിലപ്പോൾ ശ്രീതുവും പറഞ്ഞു കാണും. അവിടെ നിൽക്കുന്ന ആരെയും കുറിച്ച് നമുക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ അകത്തുമാണെങ്കിലും പുറത്താണെങ്കിലും പലരും പലതും പറയുന്ന കള്ളങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണെങ്കിലും പുറത്തത്തെ കാര്യമാണെങ്കിലും ഒക്കെ കള്ളങ്ങൾ പറയാത്തവരൊന്നും, നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലെറിയുമെന്ന് പറയുന്ന പോലെ അതിൽ കള്ളം പറയാത്ത ആരുണ്ടെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പറയാൻ. എല്ലാവരും ഒക്കെ ആവശ്യത്തിനും മുറയ്ക്കൊക്കെ കള്ളമൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ. എങ്കിൽ പോലും അതൊക്കെ തിരുത്തി ജിൻഡോ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജാസ്മിൻ്റെ കേസിലാണെങ്കിലും ജാസ്മിൻ ഈ പറഞ്ഞ പോലെ ക്വിറ്റ് ചെയ്ത് പോകണമെന്നടക്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് വിളിച്ച് ആശ്വസിപ്പിച്ചു, നമ്മൾ കളിയാക്കി, താരാട്ട് പാടി വിട്ടു, അല്ലെങ്കിൽ ജ്യൂസ് കൊടുത്ത് വിട്ടു, ആശ്വസിപ്പിച്ച് വിട്ടു എന്നൊക്കെ നമ്മൾ കളിയാക്കും ആ സമയത്തൊക്കെ. പലതവണ ഫാമിലിയിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടി, പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും അറിയാൻ പറ്റി. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ജാസ്മിൻ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു നേരിയ മുൻതൂക്കം, വിജയിയാകാനുള്ള ഒരു അർഹത എടുത്ത് നോക്കുമ്പോൾ ഒരു നേരിയ മുൻതൂക്കം ജിൻഡോയ്ക്ക് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ ജയിച്ചാലും തുറന്നു പറയാം, എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. കാരണം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ജാസ്മിൻ ഈ സീസണിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക്. ഓക്കെ ഫൈൻ, ജിൻഡോയ്ക്ക് ബാഡ് ലക്ക് ആണ് എന്ന് മാത്രം പറയേണ്ടി വരും. ബട്ട് നമ്മൾ ഡിസർവിങ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മുൻതൂക്കം, ആ കോംബോയും ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ജാസ്മിനേക്കാൾ ഒരു നേരിയ മുൻതൂക്കം ജിൻഡോയ്ക്കുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.